ചുമ്മാ കറങ്ങാൻ പോവാ. ഞാൻ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോയാലോ എന്നാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്നാ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. നമ്മൾ ഒരു കുറച്ച് ദൂരമുള്ള കിലോമീറ്റർ 3 കിലോമീറ്റർ ഗൈസ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാ. കിറ്റലാണ്. അപ്പോൾ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിന്നർ. അങ്ങനെ ജാൻവി പറഞ്ഞതുപോലെ ഞങ്ങളൊരു ചെറിയ നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ചു നമ്മുടെ കാസിമയിലുള്ള ഫുഡ് പാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്ന്. കാസിമയിൽ മാത്രമല്ല ഇവർക്ക് കുറേയധികം ബ്രാഞ്ചസ് ഉണ്ട്. ശരിക്കും ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചക്കയുടെ കുറേയധികം ഡിഷസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചക്ക. കിട്ടിയാലും ചിലപ്പോൾ അത്ര വെർത്താവണമെന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ജാൻവി പറഞ്ഞു അവൾക്കൊരു ഗ്രില്ല് മതിയെന്ന്. അങ്ങനെ അവൾക്ക് ഞങ്ങളൊരു ഹാഫ് ചിക്കൻ ഗ്രില്ല് ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ ഈ ഗ്രില്ലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പ് കിട്ടും. ചിക്കൻ സൂപ്പ് ആണ് തരുന്നത്. ശരിക്കും എല്ലായിടത്തെയും അത്ര നന്നാവണമെന്നില്ല, പക്ഷേ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് വന്നു. മസാലയും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻറ്റ്, എപ്പോഴും കഴിക്കുന്ന ഒരു ഗ്രില്ലിൽ നിന്നൊരു ഡിഫറെൻറ്റ് മസാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ മെയിൻ ഐറ്റം എത്തി. ചക്ക വേവിച്ചുടച്ചതും അതിൻ്റെ കൂടെ തന്നെ പോത്തിൻ്റെ കാല് കൊണ്ടുള്ള കറിയും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞങ്ങൾക്ക് ചക്കയും ഈ കറിയൊക്കെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്ന വർത്താന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് നാടൻ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഈ നാടൻ ഫുഡാണ്. നമ്മൾ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ ചൈനീസ്, തൈ അങ്ങനെ വെറൈറ്റിയാണ് ഓർഡർ ചെയ്യുന്നത്. ഇവിടെയും ഉണ്ട്, എല്ലാം നമുക്ക് കിട്ടും, നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ് പോകുന്നത് ഇങ്ങനെ നമ്മുടെ നാടൻ നൊസ്റ്റാൾജിക് നമ്മുടെ ഹോം ഫുഡ്സിനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഒട്ടും നമ്മൾ ആ ഒരു വില കൊടുക്കാത്ത സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും കഴിക്കാൻ തോന്നുന്നത്. എല്ലാ പ്രവാസികൾക്കും ഞാനീ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഫുഡ് പാൻ വളരെ നല്ല എനിക്കൊരു ഫുഡ് റിവ്യൂ ആണ് തരാനുള്ളത്. നമ്മൾ റീൽസ് കണ്ട് പോകുന്ന എല്ലായിടത്തും ഒന്നും ശരിക്കും നമുക്ക് വെർത്താവണമെന്നില്ല, പക്ഷെ ഇവിടെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് കഴിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ശരിക്കും ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോകുന്ന ലൊക്കേഷനൊക്കെ നിയറസ്റ്റ് ആയിരിക്കും, ബട്ട് നമുക്കൊരു 2-3 ട്രാഫിക്കെങ്കിലും മിനിമം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നിന്ന് എപ്പോഴും കുറച്ച് ലേറ്റ് ആവാറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു റൈറ്റ് ടേൺ എടുക്കുന്നതാണ് നമ്മുടെ വില്ല. അങ്ങനെ നമ്മൾ ഏറെക്കുറെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു. മെയിനായിട്ടുള്ളൊരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാഗ്രഹിച്ചൊരു ഫുഡ് കിട്ടി. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് സ്റ്റിൽ ചിലപ്പോൾ അത് തരുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ബൈ ബൈ, സീ യു.